ചില പ്രത്യേക സന്ദർഭങ്ങളിൽ നിങ്ങൾ ഇറങ്ങി തോൽപ്പിക്കാൻ തന്നെ അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് ഉദാഹരണമായിരുന്നു മണ്ണാർക്കാട്. മൊയ്ലിയന്മാർ മൊത്തം ഇറങ്ങിയില്ലേ? നമ്മളന്ന് മണ്ണാർക്കാട് പോയി പ്രസംഗിച്ചു. നമ്മളന്നും പ്രസംഗിക്കുന്നത് ഇലക്ഷന്റെ മുമ്പാ, കഴിഞ്ഞിട്ടല്ല. നമ്മൾ പറഞ്ഞു, മണ്ണാർക്കാട്ടെ ജനങ്ങളെ, നിങ്ങൾ ഇവരെ നോക്കണ്ട, നിങ്ങൾ ഏത് പാർട്ടിക്കോ വിജയിപ്പിച്ചോ അത് ഞങ്ങൾക്ക് വിഷയമല്ല, ഈ ടീം നിങ്ങളെ പറ്റിക്കും, ഇവരെവിടെ ഉണ്ടോ ഇവര് പരാജയപ്പെടും എന്നത് എത്ര മുമ്പ് നമ്മളവിടെ പോയി പറഞ്ഞു. അന്നൊക്കെ അവിടെ കൂടിയ ആളുകൾക്ക് കയ്യും കണക്കുണ്ടോ? പ്രാണികളും ആളുകളും ഒരുമിച്ച് കൂടിയ മഹാസംഘമായിരുന്നില്ലേ അത്? നമ്മളത് കൃത്യമായി അന്നത്തൊന്നും നമുക്ക് മറക്കാൻ പറ്റില്ല. ഇവര് വലിയ ആളുകളാണ്, ഉഷാറാന്നൊക്കെ പറഞ്ഞിട്ട് എന്തായി? ആദ്യം വലിയ ആൾ തന്നെ പ്രസംഗിച്ചത് മണ്ണാർക്കാട് നമ്മുടെ ആളുകളെ അവർ കൊന്നിട്ടുണ്ട്, അതെങ്ങനെയോ മരിച്ചു പോയതാണ്, അത് വേറൊരു കാര്യം, ഞാൻ അതിലേക്ക് ഇപ്പോൾ കടക്കുന്നില്ല. ഏറ്റവും വലിയ ഗുണ്ടകൾ ഇവരാണെന്ന് ലോകം മനസ്സിലാക്കിയിട്ടുണ്ട്. അന്ന് ലീഗിനെതിരെ പറഞ്ഞത് മുഴുവനും ഇവരെ തലയിലാണ് കറക്റ്റ് എന്നത് നമ്മൾ കണ്ടില്ലേ? മഹാനായ യഹ്യൽ ബുഖാരി തങ്ങൾ അവരുടെ സ്വന്തം ശൈഖിന്റെ മഖാമിൽ, അതേ ചെറുവണ്ണൂർ മഖാമിൽ ബഹുമാനപ്പെട്ട സയ്യിദ് യഹ്യൽ ബുഖാരി അവിടുത്തെ ശൈഖിന്റെ ഉറൂസിന് വന്ന് അവിടുത്തെ കുടുംബത്തോടൊപ്പം നേർച്ചയുടെ ഭക്ഷണം കഴിക്കുമ്പോ AP ഗുണ്ടകൾ കയറി വന്ന് ഭക്ഷണം വരെ കഴിക്കാൻ സമ്മതിക്കാതെ ആക്രമിച്ച് മഹാനായ സയ്യിദ് അവറുകളെ അവിടെ നിന്ന് ഇറക്കി വിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെപ്പോലെ അഹ്ലു ബൈത്തിനെ വരെ ആക്രമിച്ച യസീദിന്റെ പാരമ്പര്യമുള്ള ഗുണ്ടകൾ നിങ്ങളല്ലാതെ ആരാ ഇവിടെ ഉള്ളത്? ഒരു ലീഗുമില്ല നിങ്ങളെപ്പോലെ ഗുണ്ടായുസമുള്ളവർ. അവരൊക്കെ ചെയ്തു എന്ന് നിങ്ങൾ പറയുന്നത് അതിൻ്റെയൊക്കെ യഥാർത്ഥ ഉത്തരവാദിത്വം നിങ്ങളാണോ എന്ന് ഞങ്ങൾ സംശയിക്കുകയാണിപ്പോൾ. കാരണം നിങ്ങൾ തന്നെ ചെയ്തിട്ടുണ്ടാവും. അതല്ലേ ടീം, ഇപ്പോഴല്ലേ ഇത് മനസ്സിലായത് ഉള്ളിലുള്ള. എന്താ മണ്ണാർക്കാട്ടൊക്കെ സംഭവിച്ചത്? നിങ്ങളൊന്നുമല്ല എന്ന് സംഭവിച്ചു. അന്നതാ വലിയ ആൾ പറയുന്നുണ്ട്, എന്തായാലും മണ്ണാർക്കാട് നിങ്ങൾ തോൽപ്പിക്കണം, ഒരു കാലത്തും അയാളെ വിജയിപ്പിക്കരുത് എന്നാണ്. മണ്ണാർക്കാട് MLA അയാളിപ്പോൾ മന്ത്രിയാവാൻ പോവാ, കേട്ടോടെ. ബാക്കി മണ്ണാർക്കാട് 2 മനുഷ്യന്മാരെ കൊന്നിട്ട് അറസ്റ്റ് ചെയ്തു. 2-ാം ദിവസം ജാമ്യത്തിൽ വിട്ടിട്ട് പിന്നെയും അവർക്ക് നടക്കുകയാണ് നമ്മുടെ ആളുകളെ ആക്രമിച്ചത്. അതിന് ഫുള്ളായിട്ട് സഹായം ചെയ്തു കൊടുത്ത ഒരു MLA ഉണ്ട്. നിങ്ങളെ അയാളെ ജയിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട്, ശക്തമായിട്ട് പറയുന്നുണ്ട്. ഒരു കാലത്തും അയാളെ ജയിപ്പിക്കാൻ പാടില്ല, അയാൾ ഈ രാജ്യത്തിന് ദ്രോഹിയാണെന്ന്. ഒരു കാലത്തും അതാണ്, ഒരു കാലത്തും ആ MLA വിജയിപ്പിക്കാൻ പാടില്ല. ഇന്നിപ്പോ എന്താ അവസ്ഥ? നിങ്ങൾ പറഞ്ഞുകൊണ്ട് മൂപ്പര് വീണ്ടും ജയിച്ചു, മന്ത്രിയാവുന്നാണ് ഇപ്പൊ കേൾക്കുന്നത്. മർക്കസിലൊരു സ്വീകരണം കൊടുത്തേക്ക്. അപ്പൊ ഇപ്പൊ രാഷ്ട്രീയക്കാർ ഇന്നലെ ഒരാളിനെ വിളിച്ചു പറയാണ്, ഒരു ലീഗുകാരൻ ഭയങ്കര വിളി, എങ്ങനെങ്കിലും ഇവിടെ ഒന്ന് വന്ന് കയറി പോയിക്കൊള്ളിന്നാണ്. നമ്മക്ക് മറുപടി പറയാനാണത്രേ. അങ്ങനെ ആരൊക്കെ എവിടെയൊക്കെ വരും കൂട്ടർ, അതും വോട്ട് പോയിട്ട് എന്ത് വന്നാള്? ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, രാജഗോപാൽ ഇവിടെ വന്നില്ലേ? കാരന്തൂര് രാജഗോപാൽ ഇവിടെ വന്നില്ലേ? രാജഗോപാൽ വന്നു എന്നാൽ അതിന്റെ അർത്ഥം എന്താ? രാജഗോപാൽ നിങ്ങൾ വോട്ട് ചെയ്തു എന്നാ? എവിടുന്നാ നിങ്ങൾ ഈ കളിയൊപ്പിക്കണത്? ദേവഗൗഡ വന്നില്ലേ ഇവിടെ? ദേവഗൗഡ വന്നപ്പോ അതിന്റെ അർത്ഥം ഗൗഡക്ക് നിങ്ങൾ പിന്നെ വോട്ട് ചെയ്തു എന്നാ? നിങ്ങളെ ഇടയ്ക്ക് പോകലിന്റെ അതിന്റെ അർത്ഥം വോട്ട് ചെയ്തു എന്നാ? വോട്ട് രാഷ്ട്രീയക്കാർക്കുള്ള ഒരു നന്മയാണെന്ത്? നിങ്ങൾ എത്ര ആക്ഷേപിച്ചാലും ഓലൊന്ന് വന്നു നോക്കുന്നുള്ളത് രാഷ്ട്രീയക്കാരന് കൊടുക്കുന്ന ഒരു വലിയ അഥവായിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നതാ. ശത്രുവിനെ കണ്ടാലൊന്ന് ചിരിക്കും, കാരണം ആ പഴയൻ്റെ ദുൽമ വേണ്ടാന്ന് എഴുതിയിട്ട്. ഇതല്ലേ അവസ്ഥ? അതുകൊണ്ട് വലിയ പഴയതൊക്കെയാണ് മറന്ന് നിങ്ങളാക്കുക. ഇവർ ചെയ്യുന്ന കാര്യം നമ്മളോട് പറയാണ്. ഓരോ MLA ആ കൂടെയുള്ളവരും വിളിച്ചിട്ട് എങ്ങനെയെങ്കിലും ഒന്ന് മർക്കസിൽ എത്തിക്കിട്ടോ. ഹക്കീമസരി അവിടെ കാത്തിരിപ്പുണ്ട്, എന്നിട്ട് വേണം നമ്മക്ക് മറുപടി അറിയാൻ. അതൊക്കെ ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയടൂ ആയാതി കുതന്ത്രമൊക്കെ. ഒരാൾ വിരലും പോകലൊക്കെയാണോ ഇവിടെ വോട്ട് ചെയ്തു എന്നില്ല? നിങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ ആർക്ക് വോട്ട് ചെയ്യണമെന്ന്, തെളിവ് ഞാൻ കൊണ്ടുവരില്ല. ഇവിടെ മണ്ണാർക്കാട് ശംസുദ്ദീൻ MLA ഇനി മന്ത്രിയായ ഞങ്ങൾ മർക്കസിലേക്ക് സ്വീകരണം കൊടുക്കി. ഒരു കാലത്തും വിജയിപ്പിക്കരുത് എന്നാ പറഞ്ഞേ. ഒരു കാലത്തും എന്നത് ഉമൂമിന്റെ വാക്കല്ലേ, അതിൽ ഈ കാലം പെടൂലേ? എങ്ങനെയാണ് വിജയിച്ച്? മാത്രല്ല അന്ന് വടശ്ശേരിയുടെ കള്ളക്കരച്ചിൽ എന്തായിരുന്നു സാറ്? എന്തായാലും ഒന്ന് കേൾക്കണ്ടേ? എന്തായാലും കേൾക്കണം, വഹിച്ചെടുക്കുക.
അസംബ്ലി മണ്ഡലത്തിലെ വോട്ടവകാശമുള്ള സുന്നി പ്രവർത്തകന്മാരെ, നിങ്ങളിപ്പോൾ കാണേണ്ടത് ആരാണ്? കുഞ്ഞി എംസിയെയും അദ്ദേഹത്തിന്റെ അനുജൻ നൂറുദ്ദീനെയുമാണ്. അത് ഈ വരുന്ന 16-ാം തീയതി പോളിംഗ് ബൂത്തിൽ നിങ്ങൾ കാണണം. അത് കണ്ടാൽ മാത്രം പോലെ നിങ്ങളെ ജനാധിപത്യാവകാശം ഈ അരുംപടയാളികളെ കൂട്ടുപിടിച്ച് അവർക്ക് സംരക്ഷണം നൽകുന്ന ഈ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി പരാജയപ്പെടുന്ന രൂപത്തിലേക്ക് ആ സ്മാരക നിങ്ങൾ ഉപയോഗപ്പെടുത്തണമെന്ന് പറഞ്ഞാൽ അതെന്റെ ദീനിന്റെ പേരിലുള്ള ഒരപേക്ഷ മാത്രമായിട്ടേ നിങ്ങൾ കണക്കാക്കും. ദീനിന്റെ പേരിലേ, ഓന്റെ തടിന്റെ പേരില. അതല്ലേ ഇപ്പൊ കണ്ടേ നമ്മള്. അപ്പൊ വോട്ട് ചെയ്യാൻ പോരുമ്പോ ആരെ ഹംസയുടെയും പിന്നെ ആരെ കുഞ്ഞി ഓലെ മുഖമാണ് നമ്മൾ കാണുക. ആ മുഖം എന്നാ നിങ്ങൾക്ക് മറഞ്ഞു പോയത്? മറുപടി പറയണം. ആ ചുള്ളിക്കൊണ്ട് ദ്വാ വരണുണ്ട്. ഒന്നും നമ്മൾ മറന്നില്ല. അന്ന് മലക്കുകൾ വരെ വോട്ട് ചെയ്യാൻ പോയ ദിവസമാണ്. എന്നിട്ട് ടയർ പഞ്ചറായിട്ട് മണ്ണാർക്കാട് എത്തിയില്ല എന്നാ വഹാബ് പറഞ്ഞു. എന്തൊക്കെ തോന്നിവാസാണ് എന്നാ ഈ ദീനിന്റെ പേരിൽ രാഷ്ട്രീയ രംഗത്ത് AP ടീം ഉണ്ടാക്കിയത്. ഇവരെ പോലെ അതപ്പതിച്ച കൗമേത. അത് ചോദിക്കാൻ മശായിഖ് ഇറക്കിയ ആൺകുട്ടികളാണല്ലോ ഞങ്ങള്. മറുപടി ഉണ്ടെങ്കിൽ പറയ്. സിഹിറൊക്കെ അവിടെ നിർത്തിയിട്ട് മറുപടി പറയ്. അതല്ലേ ചെയ്യേണ്ടത്. നിങ്ങൾക്ക് വലിയ സിഹിറിന്റെ ആളാണെങ്കിൽ നിങ്ങൾക്ക് UDF-നെതിരെ സിഹിർ ചെയ്തുകൂടെയെന്നോ? നിങ്ങൾക്ക് ദ്വാരുന്നാൽ ഉത്തരം കിട്ടുന്നല്ലേ നിങ്ങൾ പറയുന്നത്. ഇപ്പൊ അത് വരുന്ന ഉത്തരം കിട്ടുന്നതാണ്. മാത്രല്ല റസൂലിനോട് വരെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നേരെ പറയാൻ പറ്റിയ ആള് ഞങ്ങളെ അടുത്തുണ്ട് എന്നാണ്. എന്താ നിങ്ങൾ പറയിപ്പിക്കാഞ്ഞ്? അതോ പറയിപ്പിച്ചോട് ഉത്തരം കിട്ടാഞ്ഞിട്ടാണോ? നിങ്ങളെ ദുആ ഒന്നും ആകാശത്തിന്റെ മുകൾക്ക് അങ്ങോട്ട് പോകില്ലട്ടോ. അതിന് മശായിഖിന്റെ കയ്യൊപ്പ് വേണം. അതുണ്ടാക്കാൻ നോക്കി. ഇല്ലെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞതൊക്കെ വെറുതെയാണ്. എവിടെയും വിജയിക്കാൻ പോണില്ല. അതാ ചുള്ളിക്കോട് ദ്വാരുന്നത്. എന്തൊക്കെയായിരുന്നു എന്ന് പറഞ്ഞ് അന്ന് കേട്ടോളൂ. ഇതൊക്കെ ഭയങ്കര അത് പലതുണ്ടായാലും കേൾപ്പിക്കാൻ. ഒന്നുകൂടി ചുള്ളിക്കൂടെ വരട്ടെ. രീതിയിൽ സഹായിക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയും. വിദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ട്. ഫണ്ട് ശേഖരിക്കണമെങ്കിൽ അതിന് വേണ്ടത് ചെയ്യേണ്ടതുണ്ട്. മാത്രമല്ല ഉസ്താദ് ഒരു ആഹ്വാനം നൽകിയാൽ അത് മണ്ണാർക്കാടാണെങ്കിലും പാലക്കാടാണെങ്കിലും എവിടെയാണെങ്കിലും ആ ആഹ്വാനം ചുമലിലേറ്റി നെഞ്ചിയേറ്റി ശൈഖുന അങ്ങ് പറഞ്ഞത് ഞങ്ങൾ നടപ്പാക്കുക തന്നെ ചെയ്യും എന്ന് പ്രഖ്യാപിക്കാൻ ഞങ്ങൾ റെഡിയാണ് എന്ന് പ്രഖ്യാപിച്ച് മർക്കസിന്റെ പരിപാടികൾ ഏറ്റെടുത്തിരിക്കുകയാണ്. അല്ലാഹു തആല വിജയിപ്പിക്കുമാറാവട്ടെ. അല്ലാഹു തആല വിജയിപ്പിക്കുമാറാവട്ടെ. അസ്ഹാബുൽ ബദറിനെ ഇറക്കിക്കൊണ്ട് മലായികത്തിനെ ഇറക്കിക്കൊണ്ട് വിജയിപ്പിച്ച അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മൾ അല്ലാഹുവിനോട് തന്നെയാ പറയുന്നത്. ആളുടെ ബലം നോക്കിയിട്ടല്ല, പാർട്ടിയുടെ ശക്തി നോക്കിയിട്ടല്ല, അല്ലെങ്കിൽ പരിപാടിയിൽ ഒരുമിച്ച് കൂടുന്ന ആൾക്കൂട്ടത്തെ കണ്ടിട്ടല്ല. മറിച്ച് അൻത റബ്ബുൽ മുസ്തആനു അലാ മാ യസിഫൂൻ, അൻത റബ്ബുൽ മുസ്തആനു അലാ മാ യഫ്അലൂൻ, അൻത റബ്ബുൽ മുസ്തആനു അലാ മാ യഫ്തറൂൻ. എല്ലാറ്റിനും പടച്ചവനെ നിന്നോട് മാത്രമേ ഞങ്ങൾക്ക് സഹായം തേടാനുള്ളൂ. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക നസ്തഗീസ്. പടച്ചവനെ നിന്റെ സഹായം ഏറ്റവും അത്യാവശ്യമായി വന്ന ഒരു സമയമാണ്. ആ സഹായം തന്നുകൊണ്ട് ദീനീ പ്രവർത്തകർക്ക് ഇനിയും ദീനീ പ്രവർത്തനത്തിൽ വളരെ ശക്തമായി മുന്നോട്ടു പോകാനുള്ള ഒരു പ്രചോദനമാക്കി ഇലക്ഷൻ നീ മാറ്റിത്തരണേ റഹ്മാനെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അള്ളാണ് മാറ്റിക്കൊടുത്ത് തോറ്റമ്പിപ്പോയി. റബ്ബിനറിയാലോ പോലെ എന്താ ചെയ്യേണ്ടത്. നിങ്ങളാ പറഞ്ഞ പറച്ചിലൊക്കെ ഉണ്ടല്ലോ, ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുകയാണ്. ഏറ്റെടുക്കേണ്ടത് നിങ്ങളല്ലായിരുന്നു. ഒരു കാര്യം പറഞ്ഞാൽ അത് മശായിഖിനെ മുൻനിർത്തിയിട്ട് ഏറ്റെടുക്കണം. അതിനവർ പറഞ്ഞിട്ട് പറയണം. തോന്നിയത് പറഞ്ഞ് അള്ളാഹുവിന്റെ പേരിൽ കളവ് പറഞ്ഞ് വഅൻതൽ മുസ്തആൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സഹായം കിട്ടുമെന്നാണോ നിങ്ങൾ കരുതിയത്? മണ്ണാർക്കാട് വോട്ടെടുപ്പ് നടക്കുന്ന ദിവസം നിങ്ങളിങ്ങനെ വിളിച്ചു പറഞ്ഞു, മക്കളെ എന്താ മണ്ണാർക്കാട്ട അവസ്ഥ? വെള്ളപ്പട്ടാളം ഇറങ്ങിയിരിക്കുകയാണ്. എവിടെ നോക്കിയാലും തൂവെള്ള വസ്ത്രധാരികളാണ്, പർദ്ദയിട്ട പെണ്ണുങ്ങളാണ്. വിജയം ഉറപ്പാണ് മക്കളെ. അപ്പൊ നോക്കുമ്പോ കോഴിക്കോട്ട് നോക്കും അങ്ങോട്ട് ഇറങ്ങിയതാ. ഒരൊറ്റ ഒന്നിന് വോട്ടില്ല. ഇത് വോട്ടല്ലേ? 4 മൊയ്ലിയന്മാർ കൂടിയാ നടക്കണ. സമ്മേളനത്തിൽ ആട് കൂടുന്ന കണ്ടിട്ട് വോട്ട് നടക്കുവോ? സമ്മേളനത്തിൽ ആളെങ്ങനെ നടക്കുക? 4 സ്ഥാപനത്തിൽ നിന്ന് ഇറക്കും. അതേ ടീം തന്നെ അപ്പുറത്തെ സ്വീകരണ സ്ഥലത്തും പോണ്. അങ്ങനെ പോയി അങ്ങോട്ട് കൊണ്ട് മാറി ഒറ്റൊന്നിന് വോട്ട് തന്നെ ഉണ്ടാവില്ല, ബുലൂവായിട്ടുണ്ടാവില്ല.
അങ്ങനെയുള്ള ആളുകളെ കൊണ്ട് നിർത്തിയിട്ട് സമ്മേളനം അവിടെയും ഇവിടെയും വിജയിപ്പിച്ച് ഞങ്ങൾക്ക് അണികളുണ്ട്, വോട്ട് ബാങ്ക് എന്ന് പറഞ്ഞാൽ എങ്ങനെ വിജയിക്കാൻ? ഇവരെ ടീം നമുക്കറിയാലോ, ഒരു പ്രദേശത്ത് 100 ആൾ ഈ സംഘടനക്കുണ്ടെങ്കിൽ അതിൽ 80 ഒരു രാഷ്ട്രീയ പാർട്ടിൻ്റെ ആളുകളാവും. അതിനെ വോട്ട് ചെയ്യുള്ളൂ. ബാക്കി 20 ലാ തല വല വാല ഒക്കെ അസാധു വോട്ട് ചെയ്യണമല്ലോ ഇക്കാരം. അതിലേതാ കാര്യത്തിൽ വോട്ട് ചെയ്യുക? എന്നിട്ട് വിജയോ ആഘോഷോ അത് വലുതും. നിങ്ങളൊരു ചുക്കുമല്ല. വോട്ട് ബാങ്ക് പോയിട്ട് ഒരു യൂണിറ്റിൽ, ഒരു വാർഡിൽ പോലും ഒരു പാർട്ടിയെ വിജയിക്കാനുള്ള ഒരംഗബലവുമില്ലാത്ത പൂജ്യം, ആ വട്ടപൂജ്യമായി നിൽക്കുന്ന സംഘടനയാണ് ഈ മുസ്ലിം ജമാഅത്ത് എന്ന് പറഞ്ഞാൽ. അതല്ലേ മണ്ണാർക്കാട് പിന്നെ കണ്ടത്? എന്തൊക്കെയായി പേരോടുണ്ടായില് ആള് വിടാൻ പറ്റൂല. വടശ്ശേരിക്ക് നേരെ ശേഷം പ്രസംഗിച്ചത് പേരോടാ. കൊണ്ടുവരിക അയാളെ, ആള് വിടാൻ അങ്ങനെ ഒഴിഞ്ഞു പോകാൻ കേൾക്കാൻ പറ്റൂല. അയാള് വാ മേമ്പാ വിടവാങ്ങിയത്. സുഹൃത്തുക്കളെ, സുന്നത്ത് ജമാഅത്തിന്റെ വിഷയത്തിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യൂല, ഒരു മുജാഹിദിനെയും അടുപ്പിക്കൂല. ഒരു ജമാഅത്തുകാരനും മകളെ കെട്ടിച്ചു കൊടുക്കണ്ട, ഒരു മുജാഹിദിനെയും അതാ മുജാഹിദിന്റെ സമ്മേളനം വരുമ്പോ ഞാൻ വേദനയോടെ പറയട്ടെ, സുന്നത്ത് ജമാഅത്തിന്റെ സംഘടനയുടെ സമ്മേളനത്തിന് വിളിക്കുമ്പോ, സുന്നത്ത് ജമാഅത്തിന്റെ സ്ഥാപനങ്ങളുടെ സമ്മേളനത്തിന് വിളിക്കുമ്പോ ചില മന്ത്രിമാർക്ക് പണ്ഡിതന്മാരുടെ കൂടെ സ്റ്റേജിൽ കയറിക്കൂടാ, MLA-ക്ക് കയറിക്കൂടാ. കാരണം സുന്നത്ത് ജമാഅത്തിനെ ഒറ്റുകൊടുക്കാൻ തീരുമാനിച്ച മുസ്ലിയാമാര് അവർ ഹാലടകുന്ന പേടിയിലാണ് അവര്. അതുകൊണ്ട് തന്നെ അവർക്ക് സുന്നികളുള്ള സ്റ്റേജിൽ വന്നൂടാ. അതേ സമയത്ത് ഞാൻ ചോദിക്കട്ടെ, മുജാഹിദിന്റെ സർവ്വ സമ്മേളനങ്ങളും പോയിട്ട് ഏത് MLA ഉദ്ഘാടനം ചെയ്താലും ഏത് മന്ത്രി പോയി തുടങ്ങിക്കൊടുത്താലും അപ്പുറത്തെ മുസ്ലിയാക്കന്മാർക്ക് ഒരു വിഷമവും കാണുന്നില്ലല്ലോ. എല്ലാം കൂട്ട് കമ്പനിയാണെന്നതിന് അത് തന്നെ തെളിവല്ലയോ? ചോദിക്കട്ടെ, ധൈര്യമുണ്ടോ സമസ്ത എന്ന് പറയുന്ന കക്ഷികൾക്ക്? ധൈര്യമുണ്ടോ പറയാൻ? നിങ്ങൾ മുൻഗാമികളായ പണ്ഡിതന്മാര് പഠിപ്പിച്ചത് EK സമസ്ത ഒറിജിനൽ സമസ്തയെ പോയി വെല്ലുവിളിച്ചതാ. ഇന്നിപ്പോ എവിടെത്തി? സുന്നിയിലെ എസ് പോലും പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? എല്ലാ അർത്ഥത്തിലും അഹ്ലുസുന്ന വിട്ടില്ലേ? എന്നിട്ട് MLA-മാരെ കുറ്റം പറയാണെന്ത്? ഞങ്ങൾ വിളിച്ചാ വരൂല, അപ്പുറത്തേക്ക് പോകും. അതുപോലെ ഇഷ്ടമുള്ളടത്തേക്ക് പോകും. നിങ്ങളുടെ അടുത്തേക്ക് വന്നോണ്ട് നിങ്ങൾ ആളാകൂല്ല. അതാ രാഷ്ട്രീയക്കാരെന്ന് പറയുന്നത് തന്നെ. അതുകൊണ്ട് ഇപ്പൊ ഞങ്ങളെ സാബിയിൽ വരാത്ത രാഷ്ട്രീയക്കാരാരാ? അതിൻ്റെ അടുത്ത് എല്ലാവർക്കും കൂടി ഇങ്ങനെ വോട്ട് ചെയ്യാനാ? നമുക്കൊരു നിലപാടുണ്ട്. ആ നിലപാടിൽ നമ്മൾ വോട്ട് ചെയ്യും. പക്ഷെ നമ്മൾ അവകാശവാദം ഉന്നയിക്കൂല. അതിന് മുമ്പും പറയൂല, ശേഷവും പറയൂല. നിങ്ങളെപ്പോലെയുള്ള ഒരു കൗമ് ലോകത്തെവിടെ ഉണ്ടാകും? ഇന്ന് നിങ്ങൾ പറയുന്നിടത്താണ് പ്രശ്നം. ഭൗതിക ഭ്രമം കയറി രാഷ്ട്രീയ ചർച്ചകൾ ഉള്ളിൽ നടത്തുക, പ്രത്യേകം ഒരു രാഷ്ട്രീയ പാർട്ടിക്കെതിരെ നീങ്ങുക, എന്നിട്ട് നിങ്ങൾ പറയാ ഞങ്ങളാണ് ഓലെ വിജയിപ്പിച്ചത്. രണ്ടും കൂടി നടക്കൂല. അന്ന് എത്രത്തോളം നിങ്ങള് ലീഗിനെതിരെ ഇങ്ങോട്ട് കയറിയിട്ട് SSF-കാര് മലപ്പുറത്ത് പ്രത്യേക സെമിനാർ, അതിലൊരു മുസ്ലിയാർ പ്രസംഗിക്കുകയാണ്. മുസ്ലിം ലീഗ് എന്നുള്ള പേരെന്നെ അപകടമാണ്, ആ പേരെന്നെ എടുക്കാൻ പാടില്ല. നിങ്ങളിങ്ങനെ ഇപ്പം നന്നായി ശുചായികളാവൊന്നും വേണ്ട, നിങ്ങളെ കഥ ആളുകളൊന്നും അറിയട്ടെ. ആ സെമിനാർ ഒന്ന് വെച്ചു കൊടുക്കുക. അന്നത്തെ വിമർശനമാണ് നേതാക്കൾ നടത്തിയത്. തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിലാണ് ഈ നടപടി. മുസ്ലിം രാഷ്ട്രീയം സമുദായത്തോട് ചെയ്തതെന്ത് എന്ന വിഷയത്തിൽ മലപ്പുറം കോട്ടക്കലിലാണ് സമ്മേളനം നടന്നത്. മുസ്ലിം ലീഗ് എന്ന ആശയം തന്നെ മതേതര രാജ്യത്ത് അപകടമാണെന്നാണ് ഇതിൽ SSF നേതാക്കൾ ഉന്നയിച്ച വാദം. ഇവിടെ ഒരു മുസ്ലിം ലീഗ് ഉണ്ടാകുമ്പോൾ എന്തുകൊണ്ട് ഒരു ഹിന്ദു ലീഗ് ഉണ്ടായിക്കൂടാ, അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യൻ ലീഗ് ഉണ്ടായിക്കൂടാ എന്ന പ്രസക്തമായ ചർച്ചയിലേക്കാണ് SSF ഇത്തരത്തിലുള്ള ചർച്ചാ വേദികൾ തയ്യാറാക്കുക മുഖേന ബഹുജനങ്ങളുടെ ശ്രദ്ധ തിരിക്കുന്നത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ലീഗിന് അനുകൂലമായി നിലപാടെടുത്തുവെന്നാണ് കാന്തപുരം വിഭാഗം അവകാശപ്പെട്ടിരുന്നത്. അതൊന്നും അവകാശപ്പെടും, അവകാശം ഉണ്ടാവുള്ളൂ. തോൽപ്പിക്കാന്നുള്ള നിലക്കാണ് അവകാശപ്പെടുന്നത് തന്നെ. കാരണം നിങ്ങൾ വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കുകയാണ്. ആ പേരിനോട് വരെ ദേഷ്യം പ്രകടിപ്പിക്കുകയാണ്. മാത്രല്ല ഈ ഫിത്തിനൊക്കെ നേതൃത്വം നൽകുന്ന ഒരു ഹെഡുണ്ട്, സാക്ഷാൽ ബിസിനസ്മാൻ. അതാ ഞങ്ങൾ ചോദിച്ചിരുന്ന ചോദ്യം. നിങ്ങളിങ്ങനെ അവകാശവാദം ഉന്നയിച്ച് ആശീർവാദം നൽകിയിരിക്കണ്ട. നിങ്ങൾക്ക് ധൈര്യമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട സംഭവം എന്താണെന്നറിയ? നിങ്ങളിവിടെ ഞങ്ങളെല്ലാവരും ഒറ്റവാക്കിൽ പറഞ്ഞല്ലോ, നിങ്ങൾ തന്നെ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണം. അതാ ഞങ്ങൾ പറയുന്നത്. രാഷ്ട്രീയ ചർച്ചകൾ സജീവമാണ്. ലീഗിന് ബദലുണ്ടാക്കാനുള്ള വകുപ്പുകൾ വരെ നിങ്ങൾ ഓരോരുത്തർക്ക് വീതിച്ചു കൊടുത്തിട്ടുണ്ട്.
ആ നിലക്ക് സർവവും സജീവമായി നിൽക്കുമ്പോ ഞങ്ങൾ നിങ്ങളോട് ആവശ്യപ്പെടുന്നത്, ഞങ്ങളാണ് ഓൾക്ക് വോട്ട് ചെയ്തത്, ഇവർക്ക് വോട്ട് ചെയ്ത് നോക്കുക, അന്യന്റെ കാര്യം പറയാതെ സ്വന്തം നിലക്ക് നിന്ന് നിങ്ങളൊരു രാഷ്ട്രീയ പാർട്ടിയായി വരി. കുന്നമംഗലത്ത് റസാഖ് മാഷ തോൽപ്പിക്കാൻ ബിസിനസ്സുമാൻ ഇറങ്ങട്ടെ. ആളുഷാറാണല്ലോ. ബിസിനസ്സുമാനെ പോലെ 4 ഉറുപ്പ്യ ഉണ്ടാക്കാൻ പഠിച്ച വേറെ ആരാള്? സ്വന്തം ബാപ്പനെ വെച്ചേരെ പൈസ ഉണ്ടാക്കാൻ പഠിച്ച ആളാ. ബാപ്പനേന്നല്ല, അള്ളാനും റസൂലിനും വരെ വിറ്റ് പൈസ ഉണ്ടാക്കും. ആ രൂപത്തിലുള്ള കച്ചവടക്കാരൻ ഇവിടെ വേറെ ആരാള്? എല്ലാ രംഗത്തും പരിചയം, വിവാഹ രംഗത്ത് പോലും, എല്ലാ രംഗത്തും. സ്ത്രീ ശാക്തീകരണമാണെങ്കിൽ അങ്ങനെ, ഏത് വിഷയം എടുത്താലും യോഗ്യനല്ലേ. അത്ര ചിന്താ കിരണങ്ങളുള്ള നേതാവാരാള്. ധൈര്യത്തിൽ നിങ്ങൾ ഇറക്കി. കുന്നമംഗലത്തെ ആള് മത്സരിക്കട്ടെ, കുറ്റ്യാടിയിൽ പേരോട് വരട്ടെ, മലപ്പുറത്ത് ഖലീൽ തങ്ങൾ വരട്ടെ. നിങ്ങൾ ആ ബൈക്കിലൊക്കെ ഇരുന്ന് ഇങ്ങനെ പോയാൽ എന്തൊരു ഉസാറുണ്ടാവും. സ്ഥാനാർത്ഥിയുടെ അത് നിങ്ങളൊന്ന് സ്വപ്നം കണ്ടോക്കി. നിങ്ങൾ ഒരു പിന്നെ നമ്മളുണ്ടല്ലോ സ്ഥാനാർത്ഥികളുടെ ആ ഒരു യാത്രക്ക് അതൊക്കെ ഗംഭീരായിരിക്കും. അങ്ങനെ നിങ്ങൾ നിന്നിട്ട് നിങ്ങളൊന്ന് വിജയിക്കുക. അന്ന് ഞങ്ങൾ പറഞ്ഞുതരാം, ഞങ്ങൾക്ക് അണികളെ പിന്തുണണ്ട്. ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞേക്കാം, നിങ്ങൾക്ക് രാഷ്ട്രീയത്തിൽ ഇറങ്ങിയല്ലാതെ രക്ഷ ഉണ്ടാവില്ല. കാരണം മതം നിങ്ങൾ വിട്ടിട്ടുണ്ട്. ഇനി രാഷ്ട്രീയമല്ലാതെ നിങ്ങൾക്ക് സലാമത്തില്ല. നിങ്ങൾ ഈ അധികാര കസേരക്ക് വേണ്ടി ഈ രൂപത്തിൽ സ്ഥാനാർത്ഥിയായി ഇറങ്ങി നിങ്ങൾ എന്ന് വരുന്നു, അന്ന് നിങ്ങൾ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിക്കുന്ന അന്ന് സാവിയത്ത് സൂഫിയ ഇവിടെ ലൈവായി വന്ന് പ്രഖ്യാപിക്കും ഇവരുടെ പരാജയം ഉറപ്പാണെന്ന്. ധൈര്യമുണ്ടെങ്കിൽ നിർത്തി, തോൽപ്പിക്കുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. മശായിഖന്മാരെ മദദിൽ